ഹായ് വെൽക്കം ടു മാറ്റ്കം ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് ഒരു 4 മാർക്കറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The sum of first 7 times of an AP is 140. Sum of first 11 times of the same APs or AP arithmetic sequence is 440. What is the fourth term of this arithmetic sequence? Find its sixth term. What is the common difference? Find the first term of this sequence. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എ പിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, അതിനെ നമ്മൾ A1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും, ഒരു D കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അല്ല ഏതെങ്കിലും ഒരു ടേമിനെ കണ്ടുപിടിക്കണമെങ്കിൽ ദറ്റ് ഈസ് AN ഈക്വൽ ടു A1 പ്ലസ് n-1 ഇൻറ്റു D എന്ന് പറയുന്ന ഇക്വേഷൻ ഫോം യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല സം ഓഫ് n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ വി ക്യാൻ യൂസ് n/2 ഇൻറ്റു 2A1 plus n-1 into D. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിക്കാം, ദറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു A1 പ്ലസ് AN. പക്ഷേ ആ സീക്വൻസിലെ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോയാൽ തന്നിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 7 ടേമുകളുടെ സംബന്ധം പറയുന്നത് 140 ആണ് തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം SN ഈക്വൽ ടു n/2 ഇൻറ്റു 2A1 പ്ലസ് n-1 ഇൻറ്റു D. അതായത് നമ്മളിവിടെ S7 കണ്ടുപിടിക്കുവാണെങ്കിൽ 7/2 ഇൻറ്റു 2A1 പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് എന്ത് വരും? 7 വരും. 7-1 ഇൻറ്റു D എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 7/2 ഈക്വൽ ടു 2A1 പ്ലസ് 6D എന്ന് കിട്ടും. അത് എത്രയാണ് തന്നിട്ടുണ്ട്? അത് 140 ആണ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 140 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 140യെ 7ന്റെ കൂടെ ക്യാൻസൽ ചെയ്താൽ 20 ഇൻറ്റു 7 ആണ് 140, ഇവിടെ 20 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2A1 പ്ലസ് 6D ഈക്വൽ ടു ഡിനോമിനേറ്ററിലുള്ള 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 20 ഇൻറ്റു 2 40 എന്ന് കിട്ടും. സോ 2A1 പ്ലസ് 6D ഈക്വൽ ടു 40 എന്ന് കിട്ടി. രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? ദ സം ഓഫ് ഫസ്റ്റ് 11 ടൈംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 440. അതായത് S11 ഈക്വൽ ടു 11/2 ഇൻറ്റു 2A1 plus 11 minus 1 into D. That is equal to 11/2 into 2A1 plus 10D. So that is given as 440. 440 11 തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം 11 into 40 ആണ് 440. അപ്പോൾ എന്ത് ചെയ്യാം? 440 11 ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 40 കിട്ടും. So what you will be getting? So 2A1 plus 10D equal to ഈ 2 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലാണ്, അപ്പുറത്ത് പോകുമ്പോൾ ന്യൂമറൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 40 ഇൻറ്റു 2 ദറ്റ് ഈസ് ഈക്വൽ ടു 80. ദറ്റ് ഈസ് ഈക്വൽ ടു 2A1 പ്ലസ് 10D ഈക്വൽ ടു 80. സോ വി ഗോട്ട് 2 ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്താണ്? രണ്ട് വേരിയബിൾ ഉണ്ട്, A1ഉം Dയും. രണ്ടിനെയും കോഎഫിഷ്യന്റ് നോക്കുക. ഇവിടെ A1ന്റെ 2 ആണ്, ഇവിടെയും A1 2 ആണ്. ഇവിടെ Dക്ക് കോഎഫിഷ്യന്റ് 6 ആണ്, ഇവിടെ Dക്ക് കോഎഫിഷ്യന്റ് 4 ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ A1ന്റെ കോഎഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ A1 ക്യാൻസൽ ആയി പോയിക്കോളും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കാം. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുമ്പോൾ 10D മൈനസ് 60 10D മൈനസ് 60 ഈക്വൽ ടു 4D എന്ന് കിട്ടും. 80 മൈനസ് 40 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 10D മൈനസ് 60 ഈക്വൽ ടു 40, 80 മൈനസ് 40 എന്ന് പറയുമ്പോൾ 40 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് D ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. 40 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A1ന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കാം. എന്ത് കിട്ടും? 2A1 പ്ലസ് 6D. അപ്പോൾ 6 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. That is 2A1 equal to 40 minus 60. 40 minus 60 equal to minus 20. അതായത് A1 equal to minus 20 divided by 2 that is equal to minus 10. Minus 20 divided by 2 that is equal to minus 10. സോ ഇവിടെ നോക്കി നമുക്ക് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു 10 ആണെന്ന്. ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു എന്ത്? -10 ആണ്. അപ്പം മൂന്നാമത്തെ നാലാമത്തെ പാർട്ട് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ ഫോർത്ത് ടൈം ഓഫ് ദി സീക്വൻസ്? സോ A4 ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഏതെങ്കിലും ഒരു ടൈം കണ്ടുപിടിക്കാൻ A1 പ്ലസ് n-1 ഇൻറ്റു D ആണ്. അപ്പോൾ A4 എന്ന് പറയുമ്പോൾ A1 പ്ലസ് 4-1 ദറ്റ് ഈസ് 3D. A1 പ്ലസ് 3D. A1ന്റെ വാല്യൂ -10, 3 ഇൻറ്റു Dയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ദറ്റ് ഈസ് ഈക്വൽ ടു -10 പ്ലസ് 30 ദറ്റ് ഈസ് ഈക്വൽ ടു 30 മൈനസ് 10 ഈക്വൽ ടു 20. അപ്പോൾ ഫോർത്ത് ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. ഇനി സിക്സ്ത് ടൈം കണ്ടുപിടിക്കണം.
എന്താ സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ? സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേമിനോട് കൂടി 2 കോമൺ ഡിഫറൻസ് കൂട്ടുന്നത്. ഫോർത്ത് ടേം എന്തുവാ? ഫോർത്ത് ടേം എന്ന് പറയുന്നത് 20. അതിനോട് കൂടി 2d, ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10 that is equal to 20. സോ 20 + 20 = 40. അതായത് സിക്സ്ത് ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ആയിരിക്കും. സോ ചോദ്യത്തിനകത്ത് എല്ലാ പാർട്ടിന്റെയും ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.